ഹലോ, ക്രോഷയുടെ ബേസിക്സ് അറിയാവുന്ന ഒരു ബിഗിനറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു 30 മിനിറ്റ്സിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ട്രിങ്കറ്റാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു മാജിക് റിങ് ഉണ്ടാക്കാം. അതിനുശേഷം 2 ചെയിൻ എടുക്കുക. ദെൻ മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ 10 ഹാഫ് ഡബിൾ ക്രോഷേ ആണ് ചെയ്യേണ്ടത്. ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള വീഡിയോ സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ഓരോ ബേസിക് സ്റ്റിച്ചസിൻ്റെയും വീഡിയോസ് വേണമെങ്കിൽ ഇടാം. സോ അങ്ങനെ 10 ഹാഫ് ഡബിൾ ക്രോഷേ നമുക്ക് മാജിക് റിങ്ങിൽ കൊടുക്കുക. ദെൻ ഫസ്റ്റ് വണ്ണുമായിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഫസ്റ്റ് റൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് റൗണ്ടിന് വേണ്ടിയിട്ട് ആദ്യം 2 ചെയിൻ എടുക്കുക. ഓരോ സ്റ്റിച്ചിലും 2 ഹാഫ് ഡബിൾ ക്രോഷേ വെച്ച് ചെയ്യുക. അതാണ് ഹാഫ് ഡബിൾ ക്രോഷേ ഇൻക്രീസിങ് എന്ന് പറയുന്നത്. സോ അങ്ങനെ നമുക്ക് ടോട്ടൽ 20 സ്റ്റിച്ചസ് കിട്ടും. ദെൻ ഫസ്റ്റ് സ്റ്റിച്ച് ആയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ആ റൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ റൗണ്ട് 3യിൽ വീണ്ടും 2 ചെയിൻ എടുക്കുക. ദെൻ നമ്മൾ ഫോളോ ചെയ്യേണ്ട പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു ഹാഫ് ഡബിൾ ക്രോഷേ, അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ഇൻക്രീസിങ്. ഈ ഒരു പാറ്റേൺ മുഴുവൻ റൗണ്ടിലും റിപ്പീറ്റ് ചെയ്യുക. റൗണ്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് വീണ്ടും അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ആ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ അടുത്ത ഫ്ലവറിൻ്റെ നമ്മൾ പെറ്റൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ചെയിൻ 1 എടുക്കുക. അതിനുശേഷം പെറ്റലിൻ്റെ ഫോർമാറ്റാണ് പറയുന്നത്. ഫസ്റ്റ് ഒരു ചെയിൻ 1 എടുത്ത ശേഷം ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ദെൻ ഫസ്റ്റ് സിംഗിൾ ക്രോഷയിൽ ഒരു മാർക്കർ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ചെയിനിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. ദെൻ അടുത്ത ചെയിനിൽ 5 ഡബിൾ ക്രോഷയാണ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് വൺ ഇപ്പം ചെയ്തു. ദെൻ അതേ ചെയിനിൽ തന്നെ വീണ്ടും യാൺ ഇൻസേർട്ട് ചെയ്തിട്ട് അടുത്ത ഡബിൾ ക്രോഷേ ചെയ്യുക. അപ്പോൾ 2 ഡബിൾ ക്രോഷേ ആയി. ദെൻ അതിലേക്ക് തന്നെ മൂന്നാമത്തെ ഡബിൾ ക്രോഷേ ചെയ്യുക. ദെൻ ഫോർത്ത് വണ്ണ് സെയിം ചെയിനിൽ തന്നെ ഇൻസേർട്ട് ചെയ്ത് ഫോർത്ത് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. ദെൻ സെയിം ചെയിനിൽ ഇൻസേർട്ട് ചെയ്ത് ലാസ്റ്റ് ഡബിൾ ക്രോഷയും കൂടെ ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ 5 ഡബിൾ ക്രോഷേ നമ്മൾ ആ ഒരു സെയിം ചെയിനിൽ ചെയ്തു. ദെൻ നെക്സ്റ്റ് ചെയിനിൽ വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുക. നെക്സ്റ്റ് ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക. ദെൻ ലാസ്റ്റ് ചെയിനിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ചും കൂടെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഒരു പെറ്റൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഈ ഒരു സെയിം സ്റ്റെപ്സ് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് പെറ്റൽ ഉണ്ടാക്കുക. അങ്ങനെ 5 ടൈംസ് റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് 5 പെറ്റൽസ് കിട്ടും. ഇതിപ്പോൾ 5ാമത്തെ പെറ്റലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് ആ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ട്രിങ്കറ്റ് ബേസ് റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് 2 റൗണ്ട്സ് പാർട്ട് 2ൽ ഉണ്ടാവും. പാർട്ട് 2 ഉടനെ അപ്ലോഡ് ചെയ്യും. സീ യു ഇൻ പാർട്ട് 2. ബൈ.